അനുഗ്രഹത്തിൻ്റെ അധിപതിയും ആനന്ദദായകനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്നിച്ചായിരിക്കാൻ നല്ലവനായ ദൈവം നമ്മെ അനുവദിച്ചതുകൊണ്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായ ചിന്തകൾ പ്രിയ സഹോദരൻ നിങ്ങളോടൊപ്പം പങ്കുവച്ചു. അബ്രഹാമിൻ്റെ കുടുംബം എന്നുള്ള നിലയിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ നിരവധി പ്രത്യേകതകളാണ് നിങ്ങൾ ചിന്തിക്കുവാൻ കേൾക്കുവാൻ ഒക്കെ ഇടയായത്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ടാകും. ആ നിലയിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മകനായ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചിന്തയ്ക്ക് ആധാരം എൻ്റെ ഒരു പ്രിയ സഹോദരൻ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മർത്തോമായിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സായിപ്പിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു. ചില കാലങ്ങൾക്ക് ശേഷം ആ രക്ഷിക്കപ്പെട്ട നാളുകളിൽ തന്നെ എനിക്ക് അദ്ദേഹത്തോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഇടയായി. അങ്ങനെ അദ്ദേഹം ഒരു വേർപെട്ട സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ, ഒരു ബ്രദറൻ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി. അങ്ങനെ അദ്ദേഹം ദോഹയിൽ കുറേ കാലമായിട്ട് ജോലി ചെയ്യുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരൻ എന്നെ ഒരു ദിവസം വിളിച്ചു. ആത്മീയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ എപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നിന്നും ഇസഹാക്ക് കിണർ കുഴിക്കുന്നതിനെക്കുറിച്ച് ഒരു ഉപദേശി പ്രസംഗിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. ബ്രദറും ഈ പ്രസംഗം പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ അദ്ദേഹം പ്രസംഗിച്ചത്? അതെന്തുവാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷേ പ്രസംഗം വളരെ അനുഗ്രഹമായിരുന്നു. ബ്രദർ ഇവിടെ നിന്ന് ഇസഹാക്ക് കിണർ കുഴിച്ചതിനെക്കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാ, അതെന്താ പ്രസംഗിച്ചത് വിവരമറിയാതെ ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനത് കൊണ്ടു നടന്നുകൊണ്ടേയിരുന്നു. ഇസഹാക്ക് കിണർ കുഴിച്ചതുമായിട്ട് ഒരു പ്രസംഗം എനിക്ക് പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, ഈ 4 പേരുടെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു. അബ്രഹാം, ഹീ ഈസ് നോൺ ആസ് എ മാൻ ഓഫ് അൾട്ടാർ. ആരാധനയുടെ യാഗങ്ങൾ ഉണ്ടാക്കുന്ന ആരാധകനായ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് നിരവധി തവണ കാണുവാനായിട്ട് കഴിയും. 175 വർഷം അബ്രഹാം ജീവിച്ചിരുന്നു. എന്നാൽ അബ്രഹാം പിന്നെയും പിന്നെയും യാഗപീഠങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7, 8 മുതലായ വാക്യങ്ങൾ ഇങ്ങനെ തുടർന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരു ആരാധന മനുഷ്യനായിരുന്നു. എവിടെയൊക്കെ ചെന്നാലും യാഗപീഠം പണിയുന്ന അബ്രഹാമിനെ കാണുവാൻ കഴിയും. എന്നാൽ ഇസഹാക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അദ്ദേഹം കിണർ കുഴിക്കുന്ന വ്യക്തിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കിണറുകൾ കുഴിക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിനെ കുറിച്ച് നാം കാണുമ്പോൾ ഹി വാസ് വിത്ത് ഹിസ് റോഡ് ആൻഡ് ഓൾവേസ് ഹി ഹാഡ് ദി മെമ്മറീസ് ഓർ മോണുമെന്റ്സ് വിത്ത് പില്ലേഴ്സ്. അദ്ദേഹം ഓർമ്മയുടെ സ്തൂപങ്ങൾ നാട്ടുന്നവനും വടിയുമായിട്ട് യാത്ര ചെയ്യുന്നവനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ഈ വടിയുമായിട്ട് ഈ നദി കടന്നുപോയി, എന്നെ ദൈവം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വടിയിൽ പ്രശംസിക്കുന്ന തൂണുകൾ നാട്ടി അതിനെ അഭിഷേകം ചെയ്ത് ഇവിടെ ദൈവത്തിൻ്റെ ആലയം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയും. ജോസഫ്, ഹി വാസ് എ മാൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു യോസേഫ്. അദ്ദേഹം 110 വർഷം ജീവിച്ചിരുന്നു. ആ 110 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ നിറവേറുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ആ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം കിണറുകൾ കുഴിക്കുന്ന ഈ ഇസഹാക്കിനെ കുറിച്ച് പ്രസംഗിക്കാൻ മനോഹരമായ ഒരു വേദഭാഗമാണ്. ഇസഹാക്കിൻ്റെ പ്രത്യേകത, അദ്ദേഹം കിണറുകൾ കുഴിക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, കിണറിനെ കുറിച്ച് നാം കാണുമ്പോൾ ഈ കിണർ ഓരോ സമയത്തും ഈ മരുഭൂമിയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കിണർ കുഴിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം കിട്ടും. ആ വെള്ളം ദാഹം ശമിപ്പിക്കും. അവരുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ ദാഹം ശമിപ്പിക്കും. അവരുടെ ആടുകളുടെ ദാഹം ശമിപ്പിക്കും. അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ വെള്ളം കൊള്ളാം. അതേ, മരുഭൂമിയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കിണർ കുഴിക്കുമ്പോൾ അവർ അനുഗ്രഹം തേടുന്നവരാണ്. കിണർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇസഹാക്കിന് ഭാര്യയെ കിട്ടിയത് അബ്രഹാം ഒരു ദാസനെ, എല്യാസറാകാം,
അന്വേഷിച്ച് ചെന്ന് ഒരു കിണറിൻ്റെ അരികിൽ നിന്നാണ്. ആ കിണറിൽ വെള്ളം കോരുവാനായിട്ട് വന്ന ആ പെൺകുട്ടി ഇസഹാക്കിൻ്റെ ഭാര്യയായി തീർന്നു റിബേക്ക. അവളുടെ അധ്വാനത്തെ കാണിക്കുന്നതായിരുന്നു ആ കിണറിൽ നിന്നും വെള്ളം കോരുന്നത്. അവളുടെ ഭവനത്തിലേക്ക് അനുഗ്രഹവുമായി പോകുന്ന പെൺകുട്ടിയെ ചിത്രീകരിക്കുന്നതായിരുന്നു ആ കിണർ. പിന്നീട് നമുക്കറിയാം, ഒരിക്കൽ അവൻ്റെ മകനായി യാക്കോബ് ഒരു ഭാര്യയെ തേടിപ്പോയപ്പോഴും ഒരു കിണറിൻ്റെ അരികിൽ വെച്ചാണ് അവൻ്റെ ഭാര്യയെ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ശലോമോൻ കിണറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ഭാര്യ അവൾ കെട്ടി അടച്ച ഒരു കിണറാണ് എന്ന്. അപ്പോൾ അതിൽ നിന്നും ധാരാളമായി വെള്ളമൊഴുകി അനേകർക്ക് അനുഗ്രഹം പകരുന്ന, സന്തോഷം പകരുന്ന വീട്ടിലെ അനുഗ്രഹത്തിൻ്റെ കിണറാണ് ഒരുവൻ്റെ ഭാര്യ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മനോഹരമായി ഈ കിണർ നമ്മളോട് ഒത്തിരി 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 സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒത്തിരി വാർത്തകൾ പറയുന്ന ഒന്നാണ് കിണർ. ഇസഹാക്ക് കിണർ കുഴിച്ചു. ഇസഹാക്ക് കിണർ കുഴിച്ചതിനോടുള്ള ബന്ധത്തിൽ അതെന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് ആ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യം. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. ഗെരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇവിടെ ഗെരാറിൽ അവിടുത്തെ അധിപതിയായ രാജാവായ അബീമേലെക്കിൻ്റെ ദേശത്ത് ഇസഹാക്ക് വന്നെത്തി. ഇസഹാക്ക് യാത്ര ചെയ്യുന്നവനാണ്. ഇസഹാക്ക് കഴിഞ്ഞ നാളുകളിൽ തൻ്റെ പിതാവായ അബ്രഹാം കാണിച്ചതുപോലെ യാത്ര ചെയ്ത് ഈ ഫെലിസ്തീയ ദേശത്ത് എത്തിയതാണ്, ഗെരാറിൽ എത്തിയതാണ്. അതിൻ്റെ കാരണം എന്താണ് നമുക്കറിയാം. അദ്ദേഹം വളരെയധികം ക്ഷാമവും കഷ്ടവും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച ഒരു കാലം വന്നു. അതാണ് 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. പണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവായ അബ്രഹാമും ഇതുപോലെ ക്ഷാമം വന്നപ്പോൾ ഈ അബീമേലെക്കിൻ്റെ ദേശത്ത് ഗെരാറിൽ പോയതാണ്. അവിടെ അദ്ദേഹം കിണറുകൾ കുഴിക്കുകയും വെള്ളം കാണുകയും അവിടെ പാർക്കുകയും ഒക്കെ ചെയ്ത കാര്യം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ ആ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം യാത്ര ചെയ്യുന്നു. അവിടെ ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നു. ആ കാര്യങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരാം. അപ്പോൾ അങ്ങനെ ഗെരാറിൽ ചെന്നെത്തിയിരിക്കുന്ന ഇസഹാക്ക്, അദ്ദേഹത്തിന് കിണറുകൾ കുഴിക്കേണ്ട ആവശ്യം വന്നു. പ്രിയപ്പെട്ടവരെ, കിണർ എപ്പോഴും അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഒന്നാണ്. നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതും അത് കുടിക്കുന്നതുമൊക്കെ അനുഗ്രഹമാണ്, നന്മയുടെ കിണറാണ്, ഇത് സന്തോഷത്തിൻ്റെ കിണറാണ് എന്നൊക്കെ വ്യത്യസ്തമായ ദൈവവചന ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ ആ വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. വായിക്കുവാൻ കഴിയുന്നവർ ഉറക്കെ വായിച്ചാൽ സന്തോഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യം. നമ്മുടെ കർത്താവ് ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ ദൈവാലയത്തിലേക്ക് വെള്ളവുമായിട്ട്, കുടത്തിൽ വെള്ളവുമായി വരുന്ന പുരോഹിതന്മാരുടെ ആ മനോഹര കാഴ്ച കണ്ടിട്ട് പറയുകയാണ്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന്
എന്നോട് വാങ്ങി കുടിക്കട്ടെ. അവരുടെ ഉള്ളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആ വലിയ ജീവൻ്റെ നദികൾ പ്രവഹിക്കുവാനായിട്ടിടയാകും. അത് തന്നിൽ വിശ്വസിക്കുന്നവരിൽ കടന്നു വരുവാൻ പോകുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നത് മുഖാന്തരമുണ്ടാകുന്ന അനുഗ്രഹം, അതാണ് ജീവജലം, അതാണ് ദൈവം കർത്താവ് നൽകുന്ന അനുഗ്രഹം എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച്, ഈ നിലയിലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് 36-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അത് അനുഗ്രഹത്തിൻ്റെ ഉറവ അഥവാ ജീവൻ്റെ ഉറവാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 36-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. അപ്പോൾ അത് ജീവൻ്റെ ഉറവയാണ്. ഈ ജീവൻ്റെ ഉറവ അത് യഹോവ ഭക്തിയുള്ളവരിൽ നിന്ന് ഈ ജീവൻ്റെ ഉറവ പുറപ്പെടുന്നതിനെ കുറിച്ച് സദൃശവാക്യം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ജീവൻ്റെ ഉറവയാണ് എന്ന് നാം കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. 2ഉം 3ഉം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം എൻ്റെ രക്ഷ, യഹോവയായി യാഹ് എൻ്റെ ബലം, എൻ്റെ ഗീതം ആയിരിക്കൊണ്ട്, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അപ്പോൾ സന്തോഷത്തോടെ രക്ഷയുടെ അനുഭവമുള്ളവർ ധാരാളമായി അനുഗ്രഹത്തിൻ്റെ വെള്ളം കോരുന്ന ആ കിണറ്റിൽ നിന്നും ഉറവയിൽ നിന്നും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അനേകരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ അനുഗ്രഹം ചെന്നെത്തുന്നതിനെ കുറിച്ച്, ഈ നന്മയുടെ ജീവൻ്റെ ഉറവയായ കിണറിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ജീവൻ്റെ ഉറവയായ കിണർ നമ്മുടെ യാഹ് എന്ന ദൈവമാണ്, നമ്മുടെ യഹോവയാണ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് ആ ജീവൻ്റെ ഉറവ, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കലേക്ക് വരട്ടെ, എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ ധാരാളമായിട്ട് ആ ജീവൻ്റെ വെള്ളം കുടിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഇത് തന്നെയാണ് ശമരിയാക്കാരി സ്ത്രീയോടും കർത്താവ് ആ കിണറ്റിങ്കൽ ഇരുന്ന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് കർത്താവ് ഒരു വലിയ സന്ദേശം പുതിയ നിയമത്തിൽ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് രക്ഷയുടെ ഉറവിൽ നിന്ന് ധാരാളമായി വെള്ളം കോരി സന്തോഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു വാക്യത്തിലേക്കൂടെ വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. യിരെമ്യാവ് 2:13. അപ്പോൾ ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ജനം 2 ദോഷം ചെയ്തു. ഒന്നാമത്തെ ദോഷം, അവർ ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുന്ന, അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന, ജീവൻ്റെ സമൃദ്ധി അവർക്ക് നൽകുന്ന, സന്തോഷം അവർക്ക് കൊടുക്കുന്ന എന്നെ എൻ്റെ ജനം ഉപേക്ഷിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? 2ാമത്തെ തെറ്റ്, അവർ വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ജീവനുള്ള, അനുഗ്രഹം നൽകുന്ന, സന്തോഷം നൽകുന്ന ദൈവത്തെ വിട്ടിട്ട് ഈ ലോകത്തിലെ പൊട്ട കിണറുകളുടെ പിന്നാലെ, വെള്ളം കൊടുക്കാത്ത കിണറുകളുടെ പിന്നാലെ പോകുന്ന അവസ്ഥയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും മറ്റൊരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം കൂടെ. യെശയ്യാവ് 8-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം
വാക്യം, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ച് റസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അതു കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശ്ശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. ഇപ്പോൾ ഇതാ ദൈവം പറയുകയാണ്, എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ തേടിപ്പോകുന്ന എൻ്റെ ജനത്തിൻ്റെ നേരെ അശ്ശൂർ രാജാവിനെ അവൻ്റെ സകല ബലത്തോടുകൂടെ വരുത്തി എൻ്റെ ജനത്തെ ഞാൻ ശിക്ഷിക്കും. ന്യായവിധിയുടെ പെരുവെള്ളത്തെ എൻ്റെ ജനത്തിന് നേരെ ഞാൻ അയക്കും. എൻ്റെ ജനത്തെ ഞാൻ ന്യായം വിധിച്ച് ന്യായവിധിയുടെ പെരുവെള്ളത്തെ ഞാൻ അവരുടെ നേരെ അയക്കുന്നതിൻ്റെ കാരണം, എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചു. അവർ പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്നു. അവർ ശീലോഹ വെള്ളത്തെ, അവർക്ക് സമാധാനം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന, അവർക്ക് നന്മ കൊണ്ടുവരുന്ന എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കിണർ അത് നമുക്ക് ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ എക്സ്പോസിറ്ററി പ്രീച്ചിങ് നടത്തുന്നതിനാണ് ഏറ്റവും താല്പര്യം കാണിക്കുന്നത്. എനിക്കത് മാത്രമാണ് സന്തോഷം നൽകുന്നത്. എങ്കിലും ഇവിടെ നിന്ന് ആത്മീകമായ ഒരു ചിന്തയോടുകൂടെ, ഒരു ധ്യാനപരമായ നിലയിൽ ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് 1 മുതൽ ഏകദേശം 6 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു. 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. ഞാൻ വാക്യം മാത്രം വായിച്ച് അതിനൊരു എക്സ്പോസിഷൻ മാത്രം, ഒരു വിശദീകരണം മാത്രം നൽകി മുമ്പോട്ട് പോകാം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. നമ്മളിവിടെ കാണുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി, അതുപോലെ ഇവിടെ ഇതാ വീണ്ടും ക്ഷാമം. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് അനദർ സൈഡ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് ഇത്. എന്നും സന്തോഷമായിരിക്കുകയില്ല, എന്നും സുഖമായിരിക്കുകയില്ല. ദൈവമക്കളാണെന്നുള്ളത് കൊണ്ട് എന്നും പട്ടുമെത്തയാണ്, റോസാപുഷ്പം നിറച്ച പാതയാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നു. അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുവാൻ അവൻ്റെ കഷ്ടം മുഖാന്തരമായി തീർന്നു. ഇപ്പോൾ ഇതാ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും കഷ്ടം വരുന്നു, ക്ഷാമം വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു. ഇതും അവനെ ഗരാറിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ ദൈവം എത്ര ശ്രേഷ്ഠനാണ്, അവൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്, അവന് വേണ്ടി കരുതുന്ന ദൈവം എത്ര ഉന്നതനാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ മഹാകഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ക്ഷാമവും ഒക്കെ വരും. അത് ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണെന്നറിയണം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, 2-ാം വാക്യം കാണുകയാണ്, യഹോവ അവന് പ്രത്യക്ഷനായി. ഇപ്പോൾ ഇസഹാക്ക് കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ജനിച്ച് കഴിഞ്ഞ സമയമാണ്. അതാണ് മുകളിൽ നമ്മൾ കാണുന്നത്. ഏശാവും യാക്കോബും ഒക്കെ വളർന്ന് ഏശാവ് പയറുപായസത്തിന് വേണ്ടി ആ സഹോദരനോട് ചോദിച്ച് ആ പയറുപായസം കുടിച്ച് ജ്യേഷ്ഠാവകാശം വിറ്റ് കഴിഞ്ഞത് പറഞ്ഞിട്ടാണ് 26-ാം അധ്യായത്തിലെ ചരിത്രം നാം കാണുന്നത്. അപ്പോൾ ഇസഹാക്കിനിപ്പോൾ കുറേ പ്രായമായിട്ടുണ്ട്. ഏതായാലും ഇസഹാക്കിന് മക്കൾ ജനിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 60 വയസ്സുള്ളപ്പോൾ. അപ്പോൾ 60 വയസ്സായ ഇസഹാക്കിന് 40 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 20 വർഷം പ്രാർത്ഥിച്ചു അവൻ്റെ ഭാര്യയായ റിബേക്കയുടെ പ്രസവത്തിന് വേണ്ടി. അങ്ങനെ 20 വർഷമായിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങളെ, ഇരട്ടകളെ അവന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾ വളർന്നു, അവരവരുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തിയായി. ജ്യേഷ്ഠാവകാശമുണ്ടായിരുന്ന, അനുഗ്രഹമുണ്ടായിരുന്ന ജ്യേഷ്ഠൻ അത് അനിയന് വെറുതെ ഒരു നേരത്തെ പയറുപായസത്തിന് വേണ്ടി വിറ്റുകളഞ്ഞു. അവൻ അഭക്തനായിരുന്നു. അവന് ദൈവിക മൂല്യങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ആ കാലത്തിലാണ് ഇസഹാക്ക് ഈ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത്. ഇസഹാക്ക് ഗരാറിലേക്ക് പോയി. നമ്മളോട് വായിക്കുന്നത് എന്താ? യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക.
നമുക്കറിയാം ഇസഹാക്ക് 180 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ 180 വർഷം ജീവിച്ചിരുന്ന ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് ആകെ 2 പ്രാവശ്യമാണ്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് ദൈവം 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസഹാക്കിന് വെറും 2 പ്രാവശ്യം മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് 7 പ്രാവശ്യമാണ്. യോസേഫിന് 2 പ്രാവശ്യം മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ 44 പ്രാവശ്യം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഭക്തന്മാർക്ക് മാത്രമല്ല, യാക്കോബ് തൻ്റെ അമ്മായിയപ്പൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോരുമ്പോൾ ഈ ലാബാൻ അവനെ പിന്തുടർന്നു. എന്നിട്ട് നീ എൻ്റെ വീട്ടിലെ വിഗ്രഹമൊക്കെ മോഷ്ടിച്ച് എന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ വന്നപ്പോൾ ലാബാൻ പറയുന്നുണ്ട്, ഈ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ യാക്കോബിനോട് ദോഷമൊന്നും ചെയ്യരുത് എന്ന്. അപ്പോൾ ലാബാനും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവത്തെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. ആ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പലർക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടും ദൈവം മോശയോട് മുഖാമുഖമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ പൂർണ്ണമായി ഗ്രഹിപ്പാൻ, അവൻ്റെ മഹത്വം മുഴുവനായി കാണുവാൻ, അവൻ്റെ തേജസ് കാണുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ശരിക്കും തന്നെ കാണുവാൻ ചോദിച്ചവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആ ഗുഹയുടെ പാറയുടെ വിള്ളലിൽ കയറ്റി നിർത്തിയിട്ട് ഞാൻ കടന്നുപോയ ശേഷം എൻ്റെ പിന്നിൽ നിന്ന് നിന്നെ മഹത്വം കാണിക്കാം. ഇവിടെ ഇതാ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ പിതാവായ അബ്രഹാമിന് 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതാണ്. ഇസഹാക്കിനാകെ 2 പ്രാവശ്യം മാത്രമാണ്. യാക്കോബിന് 7 പ്രാവശ്യമുണ്ട്. യോസേഫിന് 2 പ്രാവശ്യമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ 2 പ്രത്യക്ഷതകളും ഇസഹാക്കിന് ഉണ്ടായത് എവിടെ വെച്ചാണെന്നറിയാമോ? ഗരാറിൽ വെച്ച്, അന്യദേശത്ത് വെച്ച്, ക്ഷാമം വന്ന നാളുകളിൽ. അതുകൊണ്ട് the presence of God is so near to you when you are in trouble, when you are in famine. നിങ്ങളും ഞാനും കഷ്ടതയിലായിരിക്കുമ്പോൾ, നിങ്ങൾക്കും എനിക്കും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, നാം ക്ഷാമത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ അടുത്താണ്. നമ്മുടെ പ്രതികൂലങ്ങളിൽ അവൻ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവമാണ്. അവിടെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ഈ ദേശത്ത് പാർക്കുക എന്ന്. നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നു 4-5 വാക്യത്തിൽ, അബ്രഹാമിൻ്റെ വാക്കുകേട്ട എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ പാർത്തു. ഇവിടെ ഇത് അടുത്തൊരു കാര്യം നാം കാണുകയാണ്. അബ്രഹാമിനോട് ഞാൻ ചെയ്ത വാഗ്ദത്തമാണ് നിന്റെ അനുഗ്രഹത്തിന് കാരണം. നിന്റെ പിതാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നടന്നതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ നിങ്ങളും ഞാനും ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ മക്കളുടെയും കൂടെ ശാപത്തിനു വേണ്ടി അന്യായമായി ജീവിക്കുമ്പോൾ നാം ഭയപ്പെടണം. നാം വിശ്വസ്തരായി പാർക്കുമ്പോൾ, നമ്മളുടെ മക്കളോട് ദയ കാണിക്കുന്ന, തൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന, നാം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഭയപ്പെട്ടു ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കണം. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം ഭയപ്പെടണം, അവനെ സേവിക്കണം, അവൻ്റെ വചനം പ്രമാണിക്കണം. നാം പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും ഞാൻ അടുത്ത കാര്യം വായിക്കുന്നില്ല. 6 മുതൽ താഴോട്ട് ഇസഹാക്ക് ഗരാറിൽ പാർത്തു. ഇസഹാക്കിൻ്റെ ഭാര്യ വളരെ സുന്ദരിയെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു, രാജാവും അറിഞ്ഞു. രാജാവിന് ഇവരുടെ നടപ്പ് കണ്ടപ്പോൾ മുതലൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി കിളിവാതിലിലൂടെ നോക്കി. എന്ന് പറഞ്ഞാൽ സാധാരണ കിളിവാതിലൂടെയൊക്കെ നോക്കുന്നത് സ്ത്രീകളാണ്, പക്ഷേ ഇദ്ദേഹം നോക്കിയത് കിളിവാതിലിലൂടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില വീടിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോകുമ്പം അവിടെ സ്ത്രീകളുണ്ടോ എന്ന് അറിയണമെങ്കിൽ വാതിലിലോട്ട് നോക്കരുത്, ജനലിൻ്റെ സൈഡിലോട്ട് നോക്കണം. അപ്പോൾ ജനലിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ കർട്ടൻ നേരെ കിടക്കുന്നത് ഒരു ഇച്ചിരി ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനകത്തിൽ സ്ത്രീകളുണ്ട്. വാതിൽ തുറന്ന് ഒരു സ്ത്രീയും വഴി കൂടെ പോകുന്നവരെ നോക്കത്തില്ല. പിന്നെയോ കർട്ടൻ ഒളിച്ചു വെച്ചിട്ട് നോക്കും. ഇപ്പം ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് പെണ്ണുങ്ങളുടെ പണിയാണ്. എന്താണെന്നറിയാമോ? കിളിവാതിലിലൂടെ നോക്കി. അപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയുമായി
സന്തോഷിക്കുന്നത്, അവരൊന്നിച്ച് ഭാര്യയും ഭർത്താവുമാണെന്നുള്ളതിന് ഉറപ്പ് വരുത്തുന്നത് ഈ രാജാവ് കണ്ടുപിടിച്ചു. രാജാവ് അവരെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, നീയും നിന്റെ ഭാര്യയുമല്ലേ? അവൾ നിന്റെ ഭാര്യയല്ലേ? എന്നിട്ട് നീ ഞങ്ങളോട് സഹോദരി എന്ന് പറഞ്ഞത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ നിമിത്തം നിങ്ങൾ എന്നെ കൊല്ലും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരുത്തനെ ആണെങ്കിലും ഭാര്യയെ തട്ടിയെടുക്കുന്ന നല്ല പാർട്ടികളുള്ള സ്ഥലമായിരുന്നു ആ സ്ഥലം. അപ്പോൾ അദ്ദേഹം ആ ദേശത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനൊരു വലിയ ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ രാജാവ് പറയുകയാണ്, നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. 11-ാം വാക്യം. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയെയോ തൊടുന്നവനും മരണശിക്ഷ ഉണ്ടാകും എന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദിസ് സ്പീക്സ് അബൌട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഗാഡ് ഫോർ ഹിസ് സെയിൻസ്. തൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ് ഇത്. എന്താണ് ഇവിടെ? ഒരു രാജാവിൻ്റെ നാട്ടിലെ ജനം അവൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുമെന്ന് പണ്ടിവൻ്റെ അപ്പൻ ഒരു ഭയമുണ്ടായിരുന്നത് പോലെ ഇവനും ഭയമുണ്ടായിരുന്നു. അന്ന് അപ്പൻ തൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുമെന്നുള്ള പേടി കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയത് നമുക്കറിയാം, കള്ളം പറഞ്ഞു. ആ മോൻ ഒരിക്കലും ഇനി ചെയ്യാൻ പാടില്ലാത്തതാണ് ഇങ്ങനത്തെ കള്ളം, ഒരിക്കലും പറയരുതായിരുന്നു ഇങ്ങനെ ഒരു കള്ളം. പക്ഷേ അദ്ദേഹം എന്തായാലും അത് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. എന്താണ് ഇവിടെ? രാജാവ് ഉണർന്ന് പ്രവർത്തിച്ചു. രാജാവ് പറഞ്ഞു, ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പാഠം. നിങ്ങൾക്കും എനിക്കും സംരക്ഷണം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അവൻ്റെ കണ്ണിന് കൃഷ്ണമണി പോലെയാണ്. നമ്മെ കരുതുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്ന, എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന, എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങളും ഞാനും ഒരുപോലെ അറിയണം. തന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരിക്കലും കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കുവാൻ അതിടയാക്കും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ കാണുകയാണ്. നമ്മൾ അതിന് ശേഷം കാണുകയാണ്, അങ്ങനെ ഈ രാജാവ് പറഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ കാണുകയാണ്, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു വിലയേറിയ സത്യം ഞാൻ പറഞ്ഞു പോകട്ടെ. നിങ്ങളും ഞാനും വിതയ്ക്കാറുണ്ട്, നിങ്ങളും ഞാനും നടാറുണ്ട്. പക്ഷേ വിളവ് എന്തുമാത്രം കിട്ടുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ നെല്ല് ചാടി തിന്ന് പോകാറുണ്ടല്ലേ, നമ്മുടെ കപ്പ എലി തിന്ന് പോകാറുണ്ടല്ലേ. ഞാൻ പാടിമണ്ണെന്ന് പറയുന്ന സഭയിൽ മാസത്തിലൊരിക്കൽ പോകാറുണ്ട്. അവിടെ നടന്ന ഒരു സംഭവം ഞാനിപ്പോൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അച്ഛനും അമ്മാമ്മയും ചോദിച്ചു, ബ്രദറെ വീട്ടിൽ കപ്പയുണ്ടോ എന്ന്. ഇവിടെയും കപ്പയെന്നല്ല പറഞ്ഞു, അതോ ചീനി എന്ന് പറയുമ്പോൾ കപ്പ. അപ്പോൾ കപ്പയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിൽ കപ്പയില്ല, പക്ഷേ എനിക്ക് ഷുഗറിൻ്റെ ബോർഡറിലൊക്കെ ആയതുകൊണ്ട് കപ്പ തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ല ബ്രദറെ, കപ്പയില്ലെങ്കിൽ 1 മൂട് കപ്പ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അച്ഛൻ കപ്പ വീഴാൻ പോയപ്പോൾ അമ്മാമ്മ പറഞ്ഞു, എൻ്റെ ബ്രദറെ മൊത്തം കപ്പയും എലി തിന്നതാ, എത്ര പിഴുതിട്ടും എലി തിന്നാത്ത ഒരു കപ്പ പോലും കിട്ടിയിട്ടില്ല. ഓ, അച്ഛൻ പിഴാൻ പോവുക, അതുകൊണ്ട് അച്ഛാ ഒരു 3-4 മൂടിങ്ങി പിഴുതോണ്ട് പോരെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ 1-2 കപ്പക്കിഴങ്ങ് മതി, അതുകൊണ്ട് അച്ഛൻ 1 മൂട് പിഴുതാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പിഴുതുകൊണ്ട് വന്ന കപ്പ അതിലൊരു 8-10 കപ്പയിലധികം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ കപ്പ പോലും എലി തിന്നിട്ടില്ല. എലി തൊടാതെ ആദ്യമായിട്ട് പറിച്ച കപ്പയാണിത്. അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, ആദ്യം കപ്പ ഇടുമ്പോൾ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ട് കപ്പ പിഴുതാൽ 1 കപ്പ പോലും എലി തിന്നതായിരിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അമ്മാമ്മ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ കപ്പ പിഴുമ്പം 1 കപ്പ, ആദ്യത്തെ പിഴുന്ന കപ്പ ഉപദേശിമാർക്കേ കൊടുക്കത്തുള്ളൂ. അതാണ് നല്ലത്. ഇവിടെ ഇതാ ദൈവമാണ് നമുക്ക് വിളവ് തരുന്നത്. എൻ്റെ പിതാവ് കൃഷി ചെയ്തിട്ട് അദ്ദേഹം നെല്ല് സഭയിൽ ലേലം വിളിക്കാനായിട്ട് കൊണ്ടുവരും. അദ്ദേഹം പലപ്പോഴും നെല്ല് കൊണ്ടുവരുമ്പോൾ എൻ്റെ പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ ആ വയലുകളിൽ ഏറ്റവും നല്ല വിളവ് കിട്ടിയത് നമുക്കാ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഒരു വാഴക്കന്ന് നട്ടാൽ, ഒരു വാഴവിത്ത് നട്ടാൽ അതിന് വെള്ളം കൊടുക്കും, ഇഷ്ടംപോലെ വളമിടും. അതിന് 4 പടല വേണോ 40 പടല വേണോ എന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ദൈവം തമ്പുരാനാ.
അതുകൊണ്ടൊരു കാര്യം ഓർക്കുക, നമ്മളുടെ കൈകളുടെ പ്രയത്നത്തിന് ഒരു ഫലമുണ്ടാകണമെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തെ ആദരിക്കണം. ദൈവമാണ് ദേശത്ത് നമുക്ക് വിളവ് നൽകുന്നത്, ദേശത്തിൻ്റെ നടുവിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളിവിടെ വായിക്കുന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നമ്മൾ പലപ്പോഴും ധനമുണ്ടെങ്കിൽ അത് ശാപമാണെന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ദൈവം ധനവും മാനവും ജീവനും നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരെ ദൈവം ധനവും മാനവും ജീവനും നൽകി അനുഗ്രഹിക്കുന്നു എന്നും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ധനം അതിൽ തന്നെ ഒരു ശാപമല്ല, പക്ഷേ ധനം ഉപയോഗിക്കുന്ന രീതികൾ ചിലപ്പോൾ ശാപമായി തീരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതാ നമ്മൾ കാണുകയാണ്, ദൈവം അവനെ അനുഗ്രഹിച്ചു, വർദ്ധിച്ച് അവനേറ്റവും ധനവാനായി തീർന്നു. അപ്പോഴാണ് ശത്രുവിന് പ്രശ്നം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ശത്രുവിന് സഹിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ ദേശത്ത്, പൗരസ്ത്യ ദേശത്ത് ഏറ്റവും ധനവാനായി തീർന്നു, നല്ല സാക്ഷ്യമുള്ളവനായി തീർന്നു. അപ്പോഴാണ് പിശാചിന് അവനെ തകർക്കുവാനുള്ള പദ്ധതിയും പിശാചിൻ്റെ സകല സമയവും ഈ ഇയ്യോബിന് നേരെ തിരിക്കുവാനും തുടങ്ങിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇതാ അടുത്ത കാര്യം നമ്മൾ കാണുകയാണ്. 14-ാം വാക്യം, അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളോട് അസൂയ തോന്നുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോബ്ലം വിത്ത് ഗാഡ്. യു ഹാവ് ടു റിമെമ്പർ ഓൾവേസ്, ഇതേ അവന് ദൈവത്തോടുള്ള പ്രശ്നമാണ്, നമ്മോട് മാത്രമുള്ള പ്രശ്നമല്ല. ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പത്രോസ് പറയുന്നു, നിങ്ങളെ അനുഗ്രഹത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു, അനുഗ്രഹിക്കുന്നവരായിട്ടിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും എന്നെയും വിശുദ്ധ വിളി കൊണ്ടവൻ വിളിച്ചത് ദേശത്തിൻ്റെ നടുവിൽ വിശ്വസ്തത ആചരിച്ചു പാർത്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിൽക്കുവാൻ തന്നെയാണ്. പക്ഷേ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ശത്രുവായ പിശാചിനും അവൻ്റെ ജനത്തിനും അസൂയ വരും. അത് നമ്മുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്, അത് പിശാചിൻ്റെ പ്രശ്നമാണ്. ഇവിടെ അവർക്ക് അവനോട് അസൂയ തോന്നി. നമ്മുടെ ശത്രുക്കളെ നമുക്കെതിരെ ദൈവം അനുവദിക്കുമ്പോൾ അത് ദൈവം അറിയാതെയല്ല എന്നോർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിക്കുന്ന ദൈവം. കൂടുകളെ കൂടിളക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കഴുകൻ അതിൻ്റെ കൂടെ ഇളക്കി അതിൻ്റെ കുഞ്ഞിനെ പറക്കുവാൻ ശീലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കഴുകൻ വളരെ ക്രൂരമായി ഇടപെടുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അത് നമ്മളെ നന്നായി പറക്കുവാൻ പഠിപ്പിക്കുവാൻ നമ്മുടെ ദൈവം ചെയ്യുന്ന കാര്യമാണെന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ്, ശത്രുക്കൾ അവനെതിരെ തിരിയുകയാണ്. നാം 15-ാം വാക്യത്തിലേക്ക് വരുന്നു. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ശത്രുവിന് അസൂയ വരിക മാത്രമല്ല ചെയ്യുന്നത്, ഹി ഓൾവേസ് അറ്റാക്സ്. Not only envying against us, he is willing to attack us also. നമ്മളോട് അസൂയ തോന്നുക മാത്രമല്ല, പിന്നെ എന്താണ്, അവൻ നമ്മളെ ആക്രമിക്കാനും മുതിരുന്നവനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ഇസഹാക്കിന് നല്ല കിണറുകൾ ഉണ്ടായിരുന്നു, അവൻ്റെ ദാസന്മാർ കിണറുകൾ കുഴിച്ചു. അവരുടെ പിതാവായ അബ്രഹാം സ്ഥലം കണ്ട് കിണർ കുഴിച്ച് അവിടെ നിന്ന് കോരിയെടുത്ത വെള്ളമാണ്. ഇസഹാക്കിൻ്റെ ദാഹം മാറിയിട്ടുള്ള വെള്ളമാണത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമും ഇസഹാക്കും ഒന്നിച്ചു പാർത്തല്ലേ? നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 9-ും 10-ഉം വാക്യത്തിൽ അന്യദേശത്ത് അബ്രഹാം പരദേശിയായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ ഇസഹാക്കിനോടുകൂടെ പാർത്തു, യാക്കോബിനോടുകൂടെ എത്ര കാലം പാർത്തു കാണും? അബ്രഹാം ജീവിച്ചിരുന്നത് 175 വയസ്സ് വരെ. അപ്പോൾ 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ഉണ്ടായി. ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോൾ യാക്കോബ് ജനിച്ചു. ഇപ്പോൾ കറക്റ്റ് ആയല്ലോ അല്ലേ? 15 വർഷം യാക്കോബ് മോൻ
അബ്രഹാം അപ്പച്ചൻ്റെ കൂടെ കൂടാരത്തിലുണ്ടായിരുന്നു. ഈ 15 വർഷം പോരായോ യാക്കോബ് മോന് ഈ അപ്പച്ചനിൽ നിന്നും അപ്പച്ചൻ്റെ ജീവിതത്തിലെ കഥകളെല്ലാം കേൾക്കുവാൻ, ദൈവം വിളിച്ചിറക്കിയ രംഗങ്ങൾ അറിയുവാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അറിയുവാൻ, ഇസഹാക്കിനെ യാഗമർപ്പിച്ച വിധമറിയുവാൻ. ആ അപ്പച്ചനോടൊപ്പം യാക്കോബ് എന്ന് പറയുന്ന കൊച്ചുമോൻ അവൻ 15 വർഷം ചെലവഴിച്ചിട്ടുണ്ട്. എന്താ എന്നിട്ടും ഈ ഏശാവ് കുടം പിടിക്കാഞ്ഞത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഏശാവും യാക്കോബും ഒന്നിച്ചില്ലായിരുന്നു അവിടെ. പക്ഷേ അങ്ങനെയാ, ചില വീട്ടിൽ 2 പിള്ളേരുണ്ടാകും, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതും ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതും. അതങ്ങനെയാ. ഏശാവിനും യാക്കോബിനും ഒരുപോലെ ഉപദേശിച്ചു കൊടുക്കുന്ന അബ്രഹാം അപ്പച്ചൻ ഉണ്ടായിരുന്നിട്ടും ഒരുത്തൻ തിരിഞ്ഞുപോയി. എന്നാൽ നമുക്ക് നല്ലവനെ കുറിച്ച് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ അബ്രഹാം അന്യദേശത്ത് പരദേശി എന്ന പോലെയാണ് അവൻ പാർത്തത്. അവനോടുകൂടെ യാക്കോബ് കൂടാരത്തിൽ വസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുകയാണ് ഇസഹാക്ക് തൻ്റെ അപ്പൻ കുഴിച്ച കിണറുകൾ കുഴിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ ഒന്നാമതായിട്ട് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ നാം കാണുകയാണ്. 18-ാം വാക്യത്തിൽ, തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി ഞാൻ ശരിക്കും ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം റീഡിങ് ദ വെൽസ് ഓഫ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ നീരുറവുകളെ വീണ്ടും തുറക്കുക. ശത്രു അടച്ചിട്ടിരിക്കുന്ന, ശത്രു കുഴിച്ചു മൂടിയ അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൂട്ടായ്മയുടെ, നന്മയുടെ, ജീവന്റെ കിണറുകളെ ഒന്ന് തുറക്കുക. ശത്രു മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങൾക്കും എനിക്കും ആ കിണറുകളെ വീണ്ടും തുറക്കുവാൻ കഴിയും. നിങ്ങളെയും എന്നെയും ഈ ദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത് പിന്നെയും ആ കിണറുകൾ കുഴിച്ചെടുക്കുവാനാണ്. ആ കിണർ കുഴിച്ചെടുത്തിട്ട് നമ്മുടെ തലമുറയുടെ ദാഹം മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കുടിച്ച കിണറുകളുടെ ശ്രേഷ്ഠത അറിയാം. ഒന്നാമതായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം നമ്മുടെ പിതാക്കന്മാർ കുടിച്ച കിണറുകളുടെ മഹത്വം, ശ്രേഷ്ഠത മനസ്സിലാക്കണം. ഇസഹാക്കിന് ശരിക്കും ഈ നാട്ടിൽ വന്നപ്പോൾ, കിണർ കുഴിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ ഇസഹാക്കിന് ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്തായിരുന്നു? ഇസഹാക്കിന് തന്നെ സ്ഥലം കണ്ട് ഇസഹാക്കിന് തന്നെ കിണർ കുഴിച്ചാൽ മതിയായിരുന്നു. അപ്പൻ്റെ കാലത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇങ്ങേപ്പുറത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് ഇസഹാക്കിന് വേണമെങ്കിൽ കുഴിക്കാമായിരുന്നു. അല്ല, കിണറുകൾ കുഴിക്കുമ്പോൾ പണ്ട് ശത്രു നികത്തിക്കളഞ്ഞ സ്ഥലം അവിടെ ഇന്നും ആ അനുഗ്രഹമുണ്ട്, ഇന്നും ആ ഉറവയുണ്ട്, ഇന്നും ആ സന്തോഷമുണ്ട്, ഇന്നും ആ ജീവന്റെ തുടിപ്പുണ്ട്. ശത്രു എടുത്തിട്ടിരിക്കുന്ന മണ്ണൊന്ന് മാറ്റിയാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ കോരി കുടിച്ച കിണറുകൾ അതേതാണെന്ന് നിങ്ങളും ഞാനും അറിയണം. ഈ പ്രദേശത്തേക്ക് കർത്താവിൻ്റെ വചനം വന്നിട്ട് 1 നൂറ്റാണ്ടിലധികമായല്ലോ. ദൈവത്തിൻ്റെ ദാസന്മാർ അവരുടെ സ്വന്തം നാട് ഉപേക്ഷിച്ചിട്ട് ഇവിടേക്ക് മിഷണറിമാരായി വന്ന് പാർത്തതല്ലേ? അവരുടെ നാട്ടിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുവകകൾ വിറ്റില്ലേ അവർ? അവർക്ക് വലുതെന്ന് തോന്നിയിരുന്നതൊക്കെ അവർ വേണ്ട എന്ന് വെച്ചിട്ട് ഈ ദേശത്തേക്ക് വന്ന് പാർക്കുവാൻ തുടങ്ങിയില്ലേ? ഞാൻ പലപ്പോഴും രഹബോത്തിൽ പഠിപ്പിക്കുവാനായിട്ട് വരുന്ന കാലങ്ങളിൽ ഞാൻ കുറേ സമയം ആ സെമിട്രിയിൽ പോയി കറങ്ങാറുണ്ട്. പിശാചിൻ്റെ ബാധയുള്ളത് കൊണ്ടല്ല കേട്ടോ, എനിക്ക് അവിടെ പോകുന്നത് ഒരു ത്രില്ലാണ്. കാരണം എന്താണെന്നറിയാമോ? അവിടെ ഓരോ ആ ശവക്കോട്ടയിലും എഴുതി വെച്ചിരിക്കുന്ന ആ ഓരോ ഭക്തന്മാരുടെയും മരണവർഷവും, അവരുടെ ഭാര്യ മരിച്ചത്, അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചത് ഒക്കെ കാണുമ്പോൾ എനിക്ക് ത്രില്ലാണ്. അതുപോലെ തന്നെ ഞാൻ ജാർഖണ്ഡിൽ ജാംതാരയിലുള്ള ബൈബിൾ കോളേജിൽ ചെല്ലുമ്പോഴും വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്ക് ഞാൻ അവിടുത്തെ ആ സെമിട്രിയിലും പോകും. എത്രയോ ഭക്തന്മാർ നൂറ്റാണ്ടുകൾക്കപ്പുറം ആ സ്ഥലത്തേക്ക് വന്നിട്ട് മാരകമായ രോഗം ബാധിച്ച് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അവർ തീരുമാനിച്ചത് എന്താണ്? വിശ്വാസത്തിന് വേണ്ടി നിൽക്കും, ചിലരെ കൂടെ നേടുവാൻ വേണ്ടി ഇവിടെ നിൽക്കും. വിട്ടു പോന്നിടത്തേക്ക് ഇനി പോകുന്നില്ല, സ്വന്തക്കാരുള്ള ഇടത്തേക്ക് ഇനി പോകുന്നില്ല, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാൻ ഇനി
പോകുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ദേശം. ഇവിടെ ഒരു ആത്മീകമായ അനുഗ്രഹം ഉണ്ടാകണം, ഇവിടെ ഒരു വളർച്ച ഉണ്ടാകണം, ഇവിടെ ചില ആത്മാക്കളെ കൂടെ നേടണം. അതായിരുന്നു അവരുടെ തീരുമാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്രദ്രൻ മൂവ്മെന്റ് ഉണ്ടായത് തന്നെ നമുക്കറിയാം. ദൈവവചനത്തോടുള്ള സ്നേഹമുള്ള കുറച്ച് ഭക്തന്മാർ ഒന്നിച്ചുകൂടി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി വചനം. അവരങ്ങനെ വചനം പഠിച്ചപ്പോൾ അവർ അതിൽ സന്തോഷിച്ചു, ഒന്നിച്ചു കൂട്ടായ്മ ആചരിക്കുവാൻ വന്നു. അവര് മറ്റു സമൂഹത്തിൽ നിന്നും വേർപെട്ടു, ഒന്നിച്ചു പ്രാർത്ഥിച്ചു, ആത്മീക സന്തോഷം അനുഭവിച്ചു. അവിടെ ആ സന്തോഷം കണ്ടപ്പോൾ, അവരുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും കണ്ടപ്പോൾ, അവരുടെ അന്യോന്യ സ്നേഹം കണ്ടപ്പോൾ നാട്ടുകാർ അവരെ വിളിച്ചു ബ്രദറൻ. ഞാനിവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യത്തിലധികം പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ കത്തോലിക്കയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു അന്ന് കീഴിലത്തൊരു വലിയ ബാലസംഘം ക്യാമ്പ് നടന്നത്. അപ്പോൾ വന്ന് ചുരുക്കം ചില ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ സെൻറ്ററിൽ പ്രസംഗത്തിന് എനിക്ക് ഫസ്റ്റും മറ്റൊരുത്തിന് സെക്കൻഡും കിട്ടി. ഞങ്ങളെ ഹോൾ കേരള ക്യാമ്പിന് വേണ്ടി വിടാൻ അവർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എന്തു വന്നാലും പോകാമെന്ന് തീരുമാനിച്ചു. അന്ന് ഞാൻ ബ്രദറിൽ ഉറച്ചിട്ടില്ല, വന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കീഴിലത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുകയാണ്. തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തി. തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ പന്തളത്തിനടുത്തുള്ള ഒരു സ്ഥലം, അവിടെ കുളനട എന്ന് പറയുന്ന സ്ഥലം, അവിടെ പുന്തല സഭ, അവിടെയുള്ള ആളുകൾ, വിശ്വാസികളൊക്കെ കുറച്ച് ചെറുപ്പക്കാർ ഞങ്ങളോടുകൂടെ ഒരേ ബസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ പുന്തലക്കാർ വേറൊരു സൈഡിലോട്ടുള്ള ബസ്സിലും ഞങ്ങൾ പത്തനംതിട്ടക്കാർ വേറൊരു ബസ്സിലും പോകണം. ഞാൻ എൻ്റെ കയ്യിലെ സാധനവുമായിട്ട് പത്തനംതിട്ടയ്ക്കുള്ള ബസ് കയറുന്നിടത്തോട്ട് പോയി. പക്ഷേ എൻ്റെ കൂടെ വന്ന സഹോദരന്മാർ അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ആ ബസ് സ്റ്റാൻഡിൻ്റെ നടുവിൽ നിന്ന് ചുംബനം ചെയ്ത് പിരിയുന്നു. ഞാനിങ്ങനെ ദൂരെ മാറി നിന്നിട്ട് ആ വായികം തൂക്കി നിൽക്കുമ്പോൾ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഇനി എന്തു വന്നാലും ഈ കൂട്ടം വിട്ടു പോകത്തില്ല, ഞാൻ ഇവരുടെ കൂടെ നിൽക്കും. ഞാൻ വേർപാടിൽ നിൽക്കുവാൻ തീരുമാനമെടുത്തത് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് ദൈവമക്കൾ അന്യോന്യം കാണിക്കുന്ന ആ സ്നേഹം കണ്ടിട്ടാ. പക്ഷേ ഇന്നെങ്ങനെയാ? ഇന്ന് അങ്ങനെ സ്നേഹമുണ്ടോ? ഇന്ന് നമ്മളൊരാളെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ആളും മുഖം തിരിച്ചു പോകുന്നതാണ് കാണുന്നത്. ഞങ്ങളുടെ ഉപദേശിയാണല്ലോ ഇവൻ എന്നുപോലും ചിലർക്ക് ചിന്തയില്ല. ഇവനൊന്നും അല്ലല്ലോ ഒരു സുവിശേഷകനായല്ലോ എന്ന ചിന്ത പോലും കാണിക്കാത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വേർപാടുകാരുടെ നിന്നത് അതാണ്. ഈ സ്നേഹം റോഡിൻ്റെ നടുവിലും ബസ് സ്റ്റാൻഡിൻ്റെ നടുവിലും നിന്ന് അന്യോന്യം കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പേരുണ്ട്. നമ്മൾ ഈ പേരിനൊത്തവണ്ണം ജീവിപ്പാനിടയാകണം. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ അറിയപ്പെട്ടത് അവർക്ക് ദൈവവചനം അറിയാമെന്നുള്ള നിലയിലായിരുന്നു. ഒരു കാലത്ത് അവർ അറിയപ്പെട്ടത് അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദ സീൽ ഫോർ ഇവാഞ്ചലൈസേഷൻ, അവർ സുവിശേഷീകരണത്തിനു വേണ്ടി വ്യഗ്രതയുള്ളവരായിരുന്നു. They were willing to sacrifice themselves for the gospel. സുവിശേഷത്തിനു വേണ്ടി തങ്ങളെ തന്നെ ത്യജിക്കുവാൻ തയ്യാറായ നമ്മുടെ പിതാക്കന്മാർ അന്യോന്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ അന്യോന്യം പ്രബോധിപ്പിച്ച് അന്യോന്യം സ്നേഹത്തിൽ നിന്ന് ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ കിണറുകൾ, അവർ സന്തോഷിച്ച, അവർ ആനന്ദിച്ച, അവർ പിന്നെയും പിന്നെയും കുടിക്കുവാൻ വെള്ളത്തിന് വേണ്ടി വന്ന ആ കിണറുകളിൽ അടഞ്ഞു കിടക്കുകയല്ലേ? നമുക്ക് ദൈവവചനത്തോടുള്ള സ്നേഹം എവിടെയാണ്? ഒരു കാലത്ത് ദൈവവചനത്തിന് വേണ്ടി അറിയപ്പെട്ടിരുന്ന നമ്മൾ ഇന്നെങ്ങനെയായി തീർന്നിരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ആയിരക്കണക്കിന് ഗീതങ്ങൾ ഈ കേരളത്തിലുള്ളവർ പാടുന്നത് വേർപെട്ട ദൈവജനം എഴുതിയതാണ്. ഇന്നെങ്ങനെയുണ്ട്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് ദൈവം നൽകിയ ആ സന്തോഷത്തിൻ്റെ കിണറുകൾ, സന്തോഷത്തിൻ്റെ ഉറവകൾ, അനുഗ്രഹത്തിൻ്റെ ഉറവകൾ. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് നിങ്ങളുടെയും എൻ്റെയും കുടുംബങ്ങളെ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ച് ഭൗതികമായ നന്മകൾ നൽകി, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി, നമ്മളെ ദേശത്തിൻ്റെ നടുവിൽ ഇത്രയും ഉയർത്തിയത് എന്താണെന്നറിയാമോ? നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചു, അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു 50 വയസ്സിന് മീതെ പ്രായമുള്ള ദൈവമക്കൾക്കറിയാം പണ്ടത്തെ ദൈവമക്കളുടെ സ്നേഹവും കരുതലും എന്തായിരുന്നു എന്ന്. നമ്മുടെ ഈ തലമുറയിലുള്ള പലരോടും പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. കുഞ്ഞുങ്ങൾ പറയാം അത് കള്ളമാണ്, ഞാനൊന്നും വിശ്വസിക്കത്തൊന്നുമില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കിണറുകൾ വീണ്ടും കുഴിക്കണം. ആ കിണറുകൾ മൂടിയത് ശത്രുവാ. നിങ്ങളും ഞാനും
നമ്മുടെ പിതാക്കന്മാർ കുഴിച്ച കിണറുകൾ, അവർ കോരിയ കിണറുകൾ, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയുവാനിടയാകണം. അവരുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത, വചനത്തിൻ്റെ ജ്ഞാനം, അന്യോന്യമുള്ള കൂട്ടായ്മ, പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത വൻകാര്യങ്ങൾ, സുവിശേഷത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് ഇനിയും നമുക്ക് വേണം. കർത്താവേ, ആ കിണറുകൾ തുറക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഞാൻ രണ്ടാമത്തെ കാര്യം 26-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നു. അവിടെ കാണുന്നത്, അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നിങ്ങളും ഞാനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് റെസിസ്റ്റ് ദി എനിമി ആൻഡ് റിയലൈസ് ദ പവർ ഓഫ് ദ എനിമി. നിങ്ങളുടെയും എൻ്റെയും ശത്രു ആരാണെന്ന് നാം അറിയണം. ശത്രുവിനോട് നാം എതിർത്തു നിൽക്കണം. ശത്രുവിൻ്റെ ശക്തി എന്താണ് എന്ന് നാം അറിയണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു റീഡയറക്റ്റ് അവർ പാത്സ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ. ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മുടെ വഴികളെ നമ്മൾ മാറ്റിയെടുക്കണം. ഇസഹാക്ക് കിണർ കുഴിച്ചു. നമുക്കറിയാം, ഇവിടെ ഏറ്റവും കുറഞ്ഞ 4 കിണറുകളുടെ പേര് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കിണർ കുഴിച്ചപ്പോൾ ആളുകൾ വന്ന് ശണ്ടയിട്ടു, അതിന് ഏശക്കെന്ന് പേരിട്ടു. രണ്ടാമത്തെ കിണർ കുഴിച്ചപ്പോഴും അവർ ശണ്ടയിട്ടു, അതിന് സിത്ന എന്ന് പേരിട്ടു. 20-21 വാക്യങ്ങൾ. പിന്നെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 22-ാം വാക്യം, അവൻ അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, ഇതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ശണ്ടയിടും, ശത്രു പിന്നാലെ വരും, നമ്മളെ തളർത്തും, തകർക്കുവാൻ ശ്രമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നാം പോയാൽ രഹോബോത്തിലെത്തും. നിങ്ങൾക്കും എനിക്കും ദേശത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇനിയും കിണറുകളുണ്ട്. അപ്പോൾ നിങ്ങളും ഞാനും തിരിച്ചറിയേണ്ടത് എന്താണ്? ശത്രു ആരാണെന്നറിയണം. ശത്രുവിൻ്റെ ശക്തി എന്താണെന്നറിയണം. ശത്രു നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയണം. നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രു പിശാചാണ്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും നമുക്കെതിരാണ്. നമുക്ക് അനുകൂലമായി ഇത് നിൽക്കുകയില്ല. അതുകൊണ്ട് നമുക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് അന്ധകാര ശക്തിയോടാണ് പോരാട്ടം. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്ക് പോരാട്ടമുള്ളത് സഭയിലെ കസാരയെടുത്ത് തമ്മിലടിക്കുമ്പോൾ അറിയാം ആരൊക്കെ തമ്മിലാണ് പോരാട്ടം എന്ന്. മുണ്ടു മടക്കി കുത്തി വാടാ എന്ന് വിളിക്കുമ്പോൾ അറിയാം ആരൊക്കെ തമ്മിലാണ് പോരാട്ടം എന്ന്. ഞാനാണ് വലിയവൻ, നീ ഒരു ചുക്കുമില്ല എന്ന് പറയുമ്പോൾ അറിയാം ആരൊക്കെ തമ്മിലാണ് പോരാട്ടം എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ, ഞാൻ ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഇതൊക്കെ എന്നും കാണുന്ന ആളുകളാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ചില സഭകൾ പൂട്ടുവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ കരയാറുണ്ട്. പിന്നെ ഒരു ആശ്വാസമുണ്ട്. ദൈവം പറയും, എനിക്കവിടെ ആരുമില്ല, അത് പൂട്ടട്ടെ, നീ എന്തിനാ കരയുന്നേ? പ്രിയപ്പെട്ടവരെ, ശത്രു നമ്മുടെ കിണറുകളെ മൂടുമ്പോൾ ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളും ഞാനും കരയുവാനായിട്ട് പഠിക്കണം. നിങ്ങളും ഞാനും കിണറ് കുഴിച്ചുകൊണ്ടേ പോകണം. നമ്മൾ വഴിമാറിപ്പോകണം. അനുഗ്രഹം നിർത്തിക്കളയരുത്. മൂന്നാമതായിട്ട് അടുത്ത കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 18-ാം വാക്യം. ഒരു പ്രാവശ്യം കൂടെ ആരെങ്കിലും ഒന്ന് വായിക്കണേ. 18-ാം വാക്യം. മതി. നമ്മളവിടെ കാണുന്നത് അടുത്ത കാര്യം, ഉറവുകളെ പിന്നെയും കുഴിക്കുക. റീഓപ്പൺ ദ സോഴ്സസ് ഓഫ് അവർ സ്പിരിച്വൽ ജോയ് ആൻഡ് സ്ട്രെങ്ത്. നമ്മുടെ ആത്മീക ശക്തിയുടെയും നമ്മുടെ സന്തോഷത്തിൻ്റെയും കിണറുകൾ നമ്മൾ വീണ്ടും കുഴിക്കണം. ഇത് കുഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കിണർ കുഴിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതാകും, നമ്മുടെ ആടുമാടുകൾക്ക് വെള്ളമില്ലാതാകും, നമ്മുടെ വീട് ക്ഷയിക്കുവാൻ തുടങ്ങും.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിണർ കുഴിക്കണം. നമ്മുടെ മക്കളുടെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി കിണർ കുഴിക്കണം. നമ്മുടെ മക്കൾ ആത്മീകമായി സന്തോഷമുള്ളവരായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ നിങ്ങളും ഞാനും കിണറുകൾ കുഴിക്കണം. ഞാൻ എൻ്റെ മകൻ രക്ഷിക്കപ്പെട്ട സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുന്നവനാകണം, ആത്മീകമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഞാൻ എൻ്റെ സഭയിലെ ഒരു കുടുംബത്തെ, ഒരു 3-4 പേരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞങ്ങളെല്ലാ ചൊവ്വാഴ്ച തോറും വൈകിട്ട് ഒരു 7 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് 10:30 ആകുമ്പോൾ ഒരു കഞ്ഞികുടിയുണ്ട്. അത് കഴിഞ്ഞിട്ടിരുന്ന് കാര്യം പറഞ്ഞ് അവർക്ക് എത്രയും സമയമുണ്ടോ അത്രയും നേരം ഒന്നിച്ചിരുന്ന് കാര്യം പറഞ്ഞ് ആത്മീകമായി വളരെ സന്തോഷിച്ചിട്ട് പിരിയുന്ന ഒരു അനുഭവം കുറേ വർഷങ്ങൾ ഞാൻ സൂക്ഷിച്ചു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ അത് പറയുന്നത് അറിയാമോ? അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീകമായ ഒരു കാഴ്ചപ്പാട് വർദ്ധിക്കുന്നതിന് കാരണമായി. ഇന്നൊരു സഹോദരി വന്ന് എന്നോട് മോളെക്കുറിച്ച് ചില പ്രശംസകൾ പറഞ്ഞു. ഇവിടെ ഒരു എബി സഹോദരൻ കഴിച്ച നാളുകൾക്ക് മുമ്പ് എൻ്റെ മോൻ കാക്കനാടയിൽ പോകുന്ന ആ സഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനപ്പോഴെല്ലാം പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അവർ ആത്മീകമായിട്ട് ഇനിയും നിൽക്കുവാൻ ഒരു വല്ലാത്ത കാലത്താണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് ഒരു വല്ലാത്ത ലോകത്തിൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളും ഞാനും കിണർ കുഴിച്ചില്ലെങ്കിൽ, അവർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ, ആത്മീക സന്തോഷം എന്താണെന്ന് അവരെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ദൈവ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ദൈവദാസന്മാരെ ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? Our children have every right to get a spiritual church. And our children has every right to enjoy the presence of God. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആത്മീക സഭ കിട്ടുവാനുള്ള അർഹതയുണ്ട്, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങളും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാത്മീക സഭ കൊടുക്കുന്നുണ്ടോ? നിങ്ങളും ഞാനും ആത്മീകമായി പക്വതയായി കഴിഞ്ഞപ്പോൾ നമുക്ക് തമ്മിൽ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. തമ്മിൽ അടി ഉണ്ടാക്കിയാലും അടുത്ത ആഴ്ച നമ്മൾ കർത്തൃമേശ എടുക്കും, അല്ലേ? അത് കഴിഞ്ഞ് വിറ്റ ആഴ്ചയിൽ നമ്മൾ അടി ഉണ്ടാക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയും വളർന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് our children have every right to enjoy a spiritual church. ഒരാത്മീക സഭയെ ആസ്വദിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങളുടെ ആ അവകാശം നമ്മൾ നിഷേധിക്കരുത്. അതുകൊണ്ട് ആത്മീകത എന്താണ്, ദൈവസ്നേഹം എന്താണ്, ദൈവമക്കൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയണം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ മകനുമായിട്ട് ഒരു പ്രായമായ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും അടുക്കൽ പോയി. അവന് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പപ്പ ഇത്രേ സ്നേഹമുള്ള എന്തൊരപ്പച്ചനും അമ്മച്ചിയോ. ഞാൻ പറഞ്ഞു, എടാ ഇവരെ പോലെ ആയിരുന്നു ഒരു 40-50 വർഷം മുമ്പ് എല്ലാ ദൈവമക്കളും. അങ്ങനെ തന്നെയാ, എനിക്കതറിയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവകാശം നമ്മൾ നിഷേധിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആത്മീക സന്തോഷത്തിൻ്റെ, ആത്മീക ശക്തിയുടെ കിണറുകൾ എവിടെയാണ്, ആ വെള്ളം എവിടെയാണ്, ആ കിണറുകൾ എവിടെയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒത്തിരി വാക്യങ്ങൾ വായിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ദൈവവചന പ്രസംഗത്തിനു വേണ്ടി അറിയപ്പെട്ടിരുന്നതായിരുന്നു നമ്മുടെ പുൾപിറ്റുകൾ. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം ശുശ്രൂഷകന്മാരാക്കി വചനത്തോടുള്ള ബന്ധത്തിൽ നിയമിച്ചവരെ കുറിച്ചുണ്ട്. 1 പത്രോസ് 4:11 നമ്മൾ വായിക്കുന്നു, പ്രസംഗിക്കുന്നവർ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നു എന്ന് വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രസംഗിക്കാൻ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അരുളപ്പാട് മേടിച്ചിട്ട് വേണം കൊടുക്കാൻ. അതില്ലാതെ പ്രസംഗിക്കാൻ പാടില്ല. ദൈവം വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കിയിട്ടില്ലാത്തവർ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് മുതിരരുത്. അത് ശുശ്രൂഷിക്കുന്നവർക്ക് ശാപമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, അധികം ശിക്ഷാപതി വരുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങളിൽ അനേകരും ഉപദേഷ്ടാക്കന്മാരാകരുത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിക്കാതെ പലരും ഈ പുൾപിറ്റുകൾക്ക് പിന്നിൽ വരുമ്പോൾ എന്താ
എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഒരു തലമുറ നശിക്കുകയാണ്. പൊട്ടക്കിണറിൽ നിന്നും വെള്ളം കൊടുക്കുകയാണ്, അവിടെ വെള്ളമില്ല. പിന്നെ എന്താ അവിടെ നിന്ന് വരുന്നത്? പൊട്ടക്കിണറ്റിൽ നിന്നും വെറും ഏറെ വരത്തുള്ളൂ, വെറും കാറ്റേ വരത്തുള്ളൂ. വെറും ശബ്ദത്തിന്റെ മലിനീകരണം മാത്രമേ വരികയുള്ളൂ. ദൈവാത്മാവിന്റെ ചലനം ഒരു ഹൃദയത്തിലും ഉണ്ടാകുവാൻ ഇടയാകുകയില്ല. അതുകൊണ്ട് ദൈവം വചന ശുശ്രൂഷയ്ക്ക് കൃപ നൽകിയിരിക്കുന്ന ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് മാത്രം കൃപാവരമുള്ളവരെ കൊണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവരെ കൊണ്ട് വചനം ശുശ്രൂഷിക്കുന്നവരായിട്ട് നമ്മുടെ സഭയിലെ മൂപ്പന്മാർ തീരണം, സഭകൾ തീരണം. അങ്ങനെയാകുമ്പോൾ ദൈവം കൃപാവരം നൽകിയതനുസരിച്ച് അത് ദൈവജനത്തിന്റെ ആത്മീക വർധനയ്ക്കായിട്ട് ആയിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നാം നമ്മുടെ ശക്തിയുടെ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവുകൾ തുറക്കുന്നവരായിട്ട് നാം തീരണം. ആ 18-ാം വാക്യം ഞാനൊന്നുകൂടെ വായിക്കട്ടെ. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പദപ്രയോഗം, അവൻ അവയ്ക്ക് ഇസഹാക്ക് പിന്നെയും കുഴിച്ചു, തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. അപ്പോൾ ഇസഹാക്ക് ആ കിണറുകൾക്ക്, അബ്രഹാം ആ കിണറിനിട്ട പേര് തന്നെ ഇട്ടു. നാലാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, റീനെയിം ഓർ റിസ്റ്റോർ ദ നെയിം ദേ ഹാഡ്. നമുക്ക് ഉണ്ടായിരുന്ന പേര് നാം വീണ്ടെടുക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പേര് നാം തിരിച്ചെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പേരുണ്ട്. ഞാൻ എപ്പോഴും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്നെ വളരെ സ്പർശിക്കുന്നത്, ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതായ ഒരു വാക്യമുണ്ട്. ഞാൻ അതിലേക്കൊന്ന് വരട്ടെ. അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യം വേഗത്തിലൊന്ന് വായിക്കാമോ? അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യം. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ഒരു ട്രാൻസ്ലേഷനിൽ ഞാൻ അത് വായിച്ച് സന്തോഷിച്ചു, ഭയപ്പെട്ടു. No one else dared to join them. മറ്റുള്ളവരിൽ നിന്ന് ആരും അവരുടെ കൂടെ ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ ആ കൂട്ടത്തിലേക്ക് വന്നില്ല, കള്ളന്മാർ ആ കൂട്ടത്തിലേക്ക് വന്നില്ല, കച്ചവടം നടത്തുവാൻ താല്പര്യമുള്ളവർ ആ കൂട്ടത്തിലേക്ക് വന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പേരുണ്ടായിരുന്നു, വേർപെട്ടവൻ, ബ്രദറുകാരൻ. പ്രിയപ്പെട്ടവരെ, ആ പേര് നമ്മൾ നഷ്ടപ്പെടുത്തി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. നായ്ക്ക് പലതരത്തിലുള്ള പേരിടും. വീട്ടിൽ ടൈഗർ എന്ന് പട്ടിക്ക് പേരുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ടൈഗർ. ചിലർ പട്ടിയെ വിളിക്കുന്നത് കടുവേ എന്നാ. ടൈഗർ. പട്ടിക്ക് കടുവ എന്ന് പേരിട്ടാൽ എന്നേലും പട്ടി കടുവയാകുമോ? ചിലർ വിളിക്കുന്നത് കൈസർ എന്നാണ്. അതൊരു മനുഷ്യൻ, ഒരു ചക്രവർത്തിയുടെ പേരായിരുന്നു. ഈ നായ്ക്ക് എന്തെങ്കിലും കൈസറാകാനൊക്കുമോ? അപ്പം പട്ടിയെ പട്ടിയെന്ന് വിളിക്കണം, ഡോഗിന് ഡോഗ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അതിനെ എത്ര കാലം ടൈഗർ എന്ന് വിളിച്ചാലും ഡോഗ് ടൈഗർ ആകുകയില്ല. ശരിയല്ലേ? പക്ഷേ എന്നാലും നമ്മൾ ഡോഗിനെ ടൈഗർ എന്നേ വിളിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്വഭാവം എന്താണോ അതാണല്ലോ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മൾ ആരായിരിക്കുന്നോ അതായിരിക്കും ആളുകൾ പറയുന്നത്. അതുകൊണ്ടൊന്നും മടങ്ങി വരാം. നിങ്ങളും ഞാനും നമ്മുടെ പേര് തിരിച്ചെടുക്കണം. റീനെയിം, അതെ, റിസ്റ്റോർ ദ നെയിം വി ഹാഡ്. നമുക്കുണ്ടായിരുന്ന പേരിലേക്ക് നാം വരണം. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്കറിയാം 1828 മുതലുള്ള കാലം, 48 അടുത്ത സമയം. ആ സമയത്തായിരുന്നു ജെയൻ ഡാർബി. അദ്ദേഹം വളരെ ശക്തിയോടെ 1848 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു, ഇസ്രായേലിനെ കുറിച്ച്. ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു. അന്ന് അതിനുശേഷം സ്പർജൻ പോലും ബ്രദറുകാരെ കളിയാക്കി. എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ പ്രവചനവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് സ്പർജൻ എന്ന് പറയുന്ന പ്രസംഗകൻ ബ്രദറുകാരെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, 1848 ജെയൻ ഡാർബി ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രസംഗിച്ചെങ്കിൽ, പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് 100 വർഷം തികഞ്ഞപ്പോൾ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ രാഷ്ട്രം ഭൂമിയിൽ ഉടലെടുത്തു. നമ്മുടെ പിതാക്കന്മാർ
ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ വിശ്വസിച്ചവരായിരുന്നു. ഇന്നും നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് നാം വിശ്വസിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനമായിട്ട് അവിടെ വരുമ്പോൾ ഒരു വാക്കുകൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. അതിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടെ നിന്ന് അവർ ബേർഷേബയ്ക്ക് പോയി. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് വായിക്കുന്നത്, then he went up from there to Beersheba. he went up. ഞാനിത് നാളെ വിശദീകരിക്കാം. he went up, അന്ന് നാളെ പകലിൽ അവിടെ അവൻ ബേർഷേബയിലേക്ക് കയറിപ്പോയി. ബേർഷേബ എന്ന് പറയുന്നത് 21-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം വായിക്കുക. അവിടെ അബ്രഹാം ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് അബ്രഹാം പേരിട്ടത്, ആ സ്ഥലത്ത് ഗരാറിലെ അധിപതിയും ഭീക്കോലുമൊക്കെ അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അബ്രഹാം അവരോട് നിയമം ചെയ്ത് 7 ആടുകളെ കൊടുത്തു. 7 ആടുകളെ കൊടുത്തിട്ട് ബേർഷേബ എന്ന ആ സ്ഥലത്തിന് പേരിട്ടു. കാലം കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇസഹാക്ക് ഇവിടെ കിണർ കുഴിച്ചിരിക്കുന്നു. ആ കിണർ കുഴിച്ചു കഴിഞ്ഞിട്ട് ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരിട്ടു. എന്താണ് ഇവിടെ നാം കാണുന്നത്? ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അബ്രഹാം അവിടേക്ക് വന്നപ്പോൾ ദൈവത്തെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അത് ആരാധനയുടെ സ്ഥലമാണ്, അത് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്, അത് സന്തോഷത്തിന്റെ സ്ഥലമാണ്. ഇസഹാക്ക് he went up to Beersheba. അവൻ ബേർഷേബയിലേക്ക് കയറിപ്പോയി. അവിടെ അനുഗ്രഹത്തിന്റെ സ്ഥലമായിരുന്നു, അവിടെ ആരാധനയുടെ സ്ഥലമായിരുന്നു, അവിടെ ദൈവത്തിന്റെ കൂട്ടായ്മയുടെ സ്ഥലമായിട്ട് അത് മാറി. അവിടെ നിന്നവൻ ഹെബ്രോനിലേക്ക് നടന്നു നീങ്ങുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ബേർഷേബ അനുഗ്രഹത്തിന്റെ സ്ഥലമായതുപോലെ നിങ്ങളും ഞാനും മടങ്ങി വരേണ്ട ഒരു കാര്യമുണ്ട്. റിട്ടേൺ ടു ദി ഓൾമൈറ്റി ഗോഡ് ഫോർ ദ ഫെലോഷിപ്പ് ആൻഡ് വർഷിപ്പ്. നമ്മുടെ ആരാധനകൾ ജീവനുള്ള ആരാധനയായി മാറട്ടെ. നിങ്ങളും ഞാനും ആരാധിക്കുവാൻ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ, അവിടെ ദൈവം ഇറങ്ങി വരുന്ന ആരാധനയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവരാണ് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തോടുള്ള ആദരവിൽ ദൈവത്തെ ശരിക്കും ബഹുമാനിച്ചുള്ള ആരാധനയാണ് നമ്മുടെ സഭയിൽ നടക്കുന്ന ആരാധനകൾ എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കുടിച്ചു വന്ന കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാം. അനുഗ്രഹത്തിൻ്റെ കിണറുകളെ നമുക്ക് വീണ്ടും തുറക്കാം. നമുക്ക് സംതൃപ്തി വരുമാറ്, സന്തോഷം വരുമാറ്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുമാറ് ആരാധനയിലേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ പോയി ദൈവിക കൂട്ടായ്മയിൽ തുടർന്ന് അന്യോന്യം സന്തോഷിക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർന്ന് ഒരുങ്ങിയിരിക്കാനും നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. റിട്ടേൺ ടു ദ വെൽസ് ഓഫ് ബ്ലെസ്സിങ്. അനുഗ്രഹത്തിൻ്റെ കിണറുകളിലേക്ക്, ഉറവകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. സന്തോഷത്തോടെ അതിൽ നിന്ന് കുടിക്കാം. നമ്മുടെ സന്തോഷം മറ്റുള്ളവർ കണ്ട് ആ കിണറുകളിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.